നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിലെ വിഷയം 1202 ആണ്ട്, അതായത് മലയാള പുതുവർഷത്തിലെ 1202 ആണ്ട് മലയാള പുതുവർഷത്തിലെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ അശ്വതി നക്ഷത്രത്തിന്റെ കാര്യമാണ്. അശ്വതി നക്ഷത്രം. അപ്പൊ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ, മലയാള പുതുവർഷത്തിലെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് നോക്കാം. ഈ പുതുവർഷത്തിലെ ഗ്രഹങ്ങളുടെ രാശി നിൽപ്പനുസരിച്ച് അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവുന്ന വർഷഫലം ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും. ഗുണദോഷ സമ്മിശ്രമായ ഫലം എന്നാൽ ഗുണദോഷം ആണെങ്കിൽ തന്നെയും ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും. കർമ്മരംഗത്തും പലവിധത്തിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അതുകൂടാതെ കർമ്മരംഗത്ത് പുരോഗതിയോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധന, പ്രമോഷൻ, അതുകൂടാതെ പുതിയ അധികാര പദവികൾ, ഇതെല്ലാം ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തേടി വരുന്ന ഒരു വർഷമാണ്. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് മാത്രമല്ല, ഉദ്യോഗം ഇല്ലാത്തവരെ സംബന്ധിച്ചും അശ്വതി നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ്. ചില കോട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ പുതിയ അധികാര പദവികളൊക്കെ ഇവരെ തേടി വരുന്ന സമയമാണ്. അതുകൂടാതെ പുതിയ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ഏർപ്പെടുകയും അതുവഴി ഇവർ ധനലാഭം ഉണ്ടാക്കുകയും ചെയ്യും. പുതിയതായിട്ടുള്ള ബിസിനസ് പദ്ധതികളാണ് ഇവര് ഈ വർഷം പല വിധത്തില് ആലോചിക്കുന്നത്. അതുവഴി ഇവര് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ 12ലെ ശനി അപ്രതീക്ഷിതമായ ചില ചിലവുകൾ ഇവർക്ക് വരുത്തും. അതായത് ഈ മേടക്കൂറിന്റെ 12ലാണ്, അതായത് മീനക്കൂറിലാണ് ഇപ്പൊ ശനി സഞ്ചരിക്കുന്നത്. അപ്പൊ 12ലെ ശനി അത് ചെലവിന്റെ സ്ഥാനത്തും കൂടിയാണ് നിൽക്കുന്നത്. ഒരിക്കൽ ഏഴര ശനിക്കാൻ സമയമാണ്. അതോടൊപ്പം തന്നെ ചെലവിന്റെ സ്ഥാനത്തും കൂടിയാണല്ലോ ശനി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ചെലവുകൾ, അപ്രതീക്ഷിതമായ ചില ചെലവുകൾ ഇവർക്ക് വന്നുകൂടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വസ്തുവകകൾ വാങ്ങാൻ ഇവർക്ക് ഇടവരും. വസ്തുവകകൾ ഈ വർഷത്തിൽ വാങ്ങാൻ ഇടവരും. മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടവരും. വീട്ടിൽ ഇവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിലോ ഒക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അതില്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാനും ഒക്കെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഇടവരുന്നതാണ്. കടബാധ്യതകൾ കുറെയൊക്കെ തീർക്കാനും അതുകൂടാതെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്കുണ്ടാവും. കടവിൽ വശത്തുണ്ടാവും, എന്നാലും അതെല്ലാം ഒരുവിധം കൊടുത്തു തീർക്കാനും എന്നാൽ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് ഉണ്ടാക്കി വെക്കാൻ ഇവർ ശ്രമിക്കുന്നൊരു വർഷമാണ്. ഭൂമി, വാഹനം, ഗ്രഹം, മാതാവ് എന്നിവ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതിനാൽ 4ലെ വേഴത്തിനെ കൊണ്ട് ഇതെല്ലാം ഇവർക്ക് അനുഭവയോഗമായി വരികയും ചെയ്യും. 4ലാണ് വേഴം വരുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് കർക്കിടകൻ രാശിയിൽ വേഴം നിൽക്കുന്ന സമയം വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവരെ സംബന്ധിച്ച് ഇവർക്ക് രോഗശമനം കിട്ടുന്ന ഒരു വർഷമാണ്. പലവിധത്തിലുള്ള രോഗ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിലുള്ളവർക്കാണെങ്കിൽ അതെല്ലാം ഇവർക്ക് മാറിക്കിട്ടുന്ന അല്ലെങ്കിൽ അതിനൊരു ശമനം കിട്ടുന്ന ഒരു സമയമാണ്. 4ലെ വേഴത്തിന്റെ ഉച്ചസ്ഥിതി വലിയ ഭാഗ്യങ്ങൾ ഇവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്യും. എന്നാൽ 12ലെ ശനിയാണ് ഇവരെ സംബന്ധിച്ച് അലസന്മാരാക്കി മാറ്റുന്നത്. അപ്പൊ അലസതയുണ്ടാകും. അതുകൂടാതെ അപ്രതീക്ഷിതമായ ചെലവുകളും 12ലെ ശനിനെ കൊണ്ടും ഉണ്ടാകാം. അല്പം
അല്പം ജാഗ്രത കാണിച്ചാൽ, അതുപോലെയുള്ള ജാഗ്രതയോടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ 1202 മലയാള വർഷം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും മികച്ചതും വിജയകരവുമായ ഒരു കാലഘട്ടമായി മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഈ പുതുവർഷത്തെ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയിലെ പറ്റി നിങ്ങൾക്കുള്ള കമന്റുകൾ ഇടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.